തൃശൂർ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വേലൂർ സ്കൂൾ ശതാബ്ദി വാർഷികത്തിൽ ജനപങ്കാളിത്തം കുറഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. വാർഷികം രാഷ്ട്രീയവൽക്കരിച്ചെന്ന ആരോപണം. വരും ദിവസങ്ങളിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും വേലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ സ്വകാര്യ ബസ് കാറിലിടിച്ച അപകടം. ആളപായമില്ല. കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുൻപിൽ പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശവും ബസിന്റെ മുൻവശവും ഭാഗികമായി തകർന്നു. കൊല്ലം മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ രാജ്യാന്തര സമ്മേളനം ഈ മാസം 11, 12, 13 തീയതികളിൽ നടക്കും. പത്തനാപുരം മൗണ്ട് തബോർ ദേറായിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു. കോളേജിലേക്ക് പോവുകയായിരുന്ന 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഓല കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തി നശിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. കൊല്ലത്ത് +1 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കുളത്തുപുഴ സ്വദേശി സച്ചി. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന +1 വിദ്യാർത്ഥിനിയാണ് യുവാവ് പ്രണയം നടിച്ച് പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. താഴേക്കാട് സ്വദേശി ജിജോ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. അലൂമിനിയം ഫാബ്രിക്കേറ്ററായ ജിജോ ജോലി സംബന്ധമായ ആവശ്യത്തിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. സംസ്ഥാന സർക്കാരിനെതിരെ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി RSSുമായി ഉണ്ടാക്കിയ രഹസ്യധാരണകളുടെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ തൃശൂർ പൂരം കലക്കാൻ ആസൂത്രണം നടത്തിയത് RSS BJP ശക്തികളാണെന്ന് തെളിയുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രളയത്തിൽ തകർന്ന നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുടെ ആദ്യ ചരക്ക് കൈമാറി. നേപ്പാളിൽ മഴയും മണ്ണിടിച്ചിലും വ്യാപകമായത് കഴിഞ്ഞ മാസം അവസാനത്തോടെ. മലപ്പുറം എടപ്പാൾ നാടകരംഗ ഫൗണ്ടേഷന്റെ 2024 വർഷത്തെ TRC പുരസ്കാരം നടിയും നാടക പ്രവർത്തകയുമായ ബീന R. ചന്ദ്രന്. നവംബർ 2 ആരംഭിക്കുന്ന 16ാമത് നാടകമേളയുടെ ഉദ്ഘാടന വേദിയിൽ PP സുനീർ MP പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 10,001 രൂപയും ശിലാഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ബിസിനസ് ആവശ്യങ്ങൾക്കായി 1 കോടി രൂപ ലോൺ സംഘടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി R. പൊൻചന്ദ്ര മൗലീശ്വർ. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് തമിഴ്നാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോട്ടയം ചെമ്മനത്തുകര ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ കൊടിയിറങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നാടിന്റെ ഉത്സവമായി മാറിയ ആഘോഷങ്ങൾക്കാണ് സമാപനം കുറിച്ചത്. നാവള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സമാപന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരുന്നു. രാഷ്ട്രീയ ജനതാദൾ കോട്ടയം ജില്ലാ കൺവെൻഷൻ RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹത്തിൽ വർഗീയത വളർത്തുന്ന ശക്തികൾക്കെതിരായി മതനിരപേക്ഷ പ്രസ്ഥാനം ജനാധിപത്യ പ്രതിരോധം രൂപപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം കുമരകത്ത് കടയുടെ മുകളിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് നായയെ രക്ഷപ്പെടുത്തിയത്. കൊല്ലത്ത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട യുവതിയുടെ മൃതദേഹം സംസ്കരിച്ചു. ശൂരനാട് സ്വദേശി ലിജിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധു പരിക്കുകളോടെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡബിൾ ടക്കർ മേൽപ്പാലം നാഗ്പൂരിൽ തുറന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ ഗദ്ദിഗോതം ഗുരുദ്വാരയ്ക്ക് സമീപമാണ് പുതുതായി നിർമ്മിച്ച മേൽപ്പാലം സ്ഥിതി ചെയ്യുന്നത്. സ്ഥാനമേറ്റ് 6ാം ദിനം നഗരസഭാ മേയറെ കൊലപ്പെടുത്തി മെക്സിക്കോ ലഹരി മാഫിയ സംഘങ്ങൾ. ചിൽപാസിംഗോ നഗരസഭാ മേയറായ അലഞ്ചാൻഡ്രോ ആർക്കോസിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി ജലവിതരണം തടസ്സപ്പെടും. രാത്രി 8 മണി മുതൽ നാളെ പുലർച്ചെ 4 മണി വരെയാണ് അറ്റകുറ്റപ്പണിക്കായി പമ്പിംഗ് നിർത്തിവെക്കുന്നത്. അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരം നഗരത്തേക്ക് ശുദ്ധജലം കൊണ്ടുവരുന്ന വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനിൽ വാൽവ് തകരാർ പരിഹരിക്കാനുള്ള ജോലിയാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് പൂർത്തിയാകും. 14 ജില്ലകളിലും 3 ഘട്ടമായിട്ടായിരുന്നു റേഷൻ കാർഡ് മസ്റ്ററിംഗ് തുടങ്ങിയത്. റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം.
ഹെലൻ ചുഴലിക്കാറ്റിലും ഇതിനോടനുബന്ധിച്ചുള്ള കനത്ത മഴയിലും അമേരിക്കയിലെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 232ആയി. ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് നോർത്ത് കരോലിനയിൽ 117 പേരും സൗത്ത് കരോലിനയിൽ മരിച്ചത് 48 പേരും. ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തിരിച്ചടിയാകും. ദർശനത്തിന് വെർച്വൽ ക്യൂ നിർബന്ധമാണെന്നറിയാതെയോ സാങ്കേതിക തടസ്സങ്ങളാൽ ബുക്ക് ചെയ്യാൻ കഴിയാതെയോ എത്തുന്നവർക്ക് അനുഗ്രഹമായിരുന്ന സ്പോട്ട് ബുക്കിംഗ് സൗകര്യമാണ് സർക്കാർ വേണ്ടെന്ന് വെച്ചത്. തൃശൂരിൽ സ്കൂളിൽ നിന്ന് പൈപ്പും മറ്റും മോഷ്ടിച്ചയാൾ പിടിയിലായത് മുള്ളൂർക്കര സ്വദേശി സന്തോഷ്. പോലീസ് സ്റ്റേഷന് മുന്നിലെ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിലപിടിപ്പുള്ള പൈപ്പും മറ്റും മോഷ്ടിച്ചത്.